നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നമ്മൾ ഒരുമിച്ച് ആ ലൈം ജ്യൂസ് കഴിച്ചത്. വിഷ്ണുവേട്ടന്റെ ഹോട്ടലിൽ സർവ്വസ്വാതന്ത്ര്യമുണ്ട് നിങ്ങക്ക്. ബേറർമാരെയും ഹോട്ടൽ ജീവനക്കാരെയും ഒക്കെ നിങ്ങൾക്ക് വളരെ എളുപ്പം സ്വാധീനിക്കാലോ. അന്ന് നിങ്ങൾ തന്നെയാ ആ ഫോട്ടോ എടുത്തതും പ്രചരിപ്പിച്ചതെന്നാ ഞാൻ കരുതിയിരുന്നത്. പക്ഷെ അതല്ലാന്ന് ഇപ്പൊ മനസ്സിലായി. സുസ്മിത അവളാ എന്റെ ജീവിതം തകർത്തത്. പക്ഷെ ആ അവസരം നിങ്ങൾ നന്നായി ഉപയോഗിച്ചു. ശ്യാമേ, ഞാൻ അങ്ങനെ ചെയ്തത് വിശദീകരിച്ച് ബുദ്ധിമുട്ടണമെന്നില്ല. പലവട്ടം പറഞ്ഞു കഴിഞ്ഞില്ലേ. എനിക്കൊരിക്കലും മനസ്സിലാവാത്ത ന്യായങ്ങളാ നിങ്ങളീ പറയുന്നേ. സുസ്മിതയോട് നിങ്ങൾക്കുള്ള പക, വൈരാഗ്യം, ഇതിനൊന്നും ഇരയാക്കേണ്ടത് എന്റെ ജീവിതമല്ല. നിങ്ങളോട് സുസ്മിതയ്ക്കുള്ള പക, അതിനും ഇരയാക്കേണ്ടത് എന്റെ ജീവിതമല്ല. അവൾക്കിപ്പോ ആവശ്യം എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുകയല്ലേ. അവളുടെ അമ്മയുടെ ആ ആഗ്രഹം നടക്കാൻ പാടില്ല. അതുകൊണ്ട് മാത്രമാ സത്യമ്മയുടെ മുന്നിൽ വെച്ച് ഞാൻ നിങ്ങളോട് സ്നേഹമായിട്ട് പെരുമാറിയത്. സത്യാമ്മയായിട്ട് എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. എനിക്കിഷ്ടമുള്ള കാലത്തോളം ഞാൻ ഇവിടെ താമസിക്കും. ഇഷ്ടമുള്ള കാലത്തോളം എന്ന് പറഞ്ഞ ദീപക്, അവൻ വരുന്നതുവരെ മാത്രം. ദീപക്കോ? അതെ, ദീപക് തന്നെ. എന്താ കേട്ടിട്ടില്ലേ ആ പേര്? ആരുടെ കയ്യിൽ നിന്നാണോ നിങ്ങൾ എന്നെ തട്ടിയെടുത്തത്, അതേ ദീപക്. അവന് വേണ്ടിയാ എന്റെ കാത്തിരിപ്പ്. അവൻ വരുന്നതുവരെ ഇവിടെ ഉണ്ടാവും ഞാൻ. സത്യാമ്മ എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാതിരിക്കാൻ അവർക്ക് മുന്നിൽ ഞാൻ സന്തോഷം അഭിനയിക്കും. അവർക്ക് മുന്നിൽ നല്ല ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കും. ഞാൻ ദീപക്കിനൊപ്പം ഇവിടുന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞതിന് ശേഷമേ സത്യാമ്മ നിങ്ങൾ എന്നോട് ചെയ്ത ചതി മനസ്സിലാക്കാവൂ. എന്നെ ചതിച്ച സുസ്മിതയ്ക്ക് നിങ്ങൾക്ക് മുന്നിൽ ഒന്നിച്ച് ജയിക്കും ഞാൻ. വിഷ്ണുട്ടൻ വിചാരിക്കുന്നുണ്ടോ ശ്യാമ ഇപ്പൊ സത്യാമ്മയ്ക്ക് മുന്നിൽ കാട്ടിയ പ്രകടനം സത്യസന്ധമാണെന്ന്? ഒരിക്കലുമില്ല, വെറും നാടകം. ശ്യാമയ്ക്ക് സുസ്മിതയോടുണ്ടായ ഒരു താൽക്കാലിക വൈരാഗ്യം തീർക്കാനുള്ള ഒരു പ്രകടനം, അത്രയും ഞാൻ കരുതുന്നുള്ളൂ. ഇതിങ്ങനെ എത്ര നാളാ വിഷ്ണുട്ട? ഏത് സമയവും പൊട്ടിത്തെറിക്കാവുന്ന ബോംബാ ശ്യാമ. അവളുടെ കുട്ടിത്തം കൊണ്ട് അവൾ എന്ത് വേണേലും കാട്ടിക്കൂട്ടാം. ഏത് നേരം അക്കാര്യം മനസ്സിലിട്ടും ആദ്യ കയറി ഞാൻ വീണു പോകുന്നു. വിഷ്ണുട്ട, എന്നെ കുറിച്ച് എനിക്ക് ആശങ്കയില്ല. ഞാൻ തളർന്ന് വീണു പോയാ ഒറ്റയ്ക്കായി പോവില്ലേ? എടോ, നമ്മൾ തകർച്ചയെപ്പറ്റിയും തളർച്ചയെപ്പറ്റിയും വീഴ്ചയെപ്പറ്റിയും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നേ. പക്ഷെ മറുവശത്ത് സുസ്മിതയും അവളുടെ അമ്മ സരളയും കൂടുതൽ ആയുധങ്ങൾ സംഭരിക്കുന്നു. കൂടുതൽ ഉഷിരോടെയും വീറോടെയും പൊരുത്തുന്നു. അതും ഒരു ഭയം തന്നെയാ വിഷ്ണുട്ട. ഇന്ന് സുസ്മിതയുടെ അമ്മ നമ്മുടെ മുറ്റം വരെ എത്തി. എന്തെങ്കിലും തൊടു ന്യായങ്ങൾ പറഞ്ഞ് അവർക്ക് വേണമെങ്കിൽ നാളെ അകത്തേക്ക് കയറാം. അങ്ങനെ കയറുന്ന നിമിഷം നമ്മളെല്ലാം പുറത്താ. ഞാനും വിഷ്ണുവേട്ടനും ശ്യാമയും രോഹിത്തും എല്ലാം. അത് തന്നെ ഞാനും ആലോചിക്കുന്നേ. കണ്ണും മൂക്കും ഇല്ലാത്തവരുടെ പോരാട്ടത്തിന് തടയിടണം. അന്ന് വിഷ്ണുവേട്ടൻ പറഞ്ഞിരുന്നില്ലേ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതാ സുസ്മിതയുടെ പ്രശ്നമെന്ന്? അവൾക്കൊരു ആജീവനാന്ത പ്രശ്നമായി ജഗദീപ് കുമാറിനെ ഇറക്കുന്നെന്ന്. ഇനി അവനെ കൊണ്ട് മാത്രമേ ഇതിനൊരു പരിഹാരമുള്ളൂ. പൂർവാധിക ശക്തിയോടെ അവൻ മടങ്ങി വരിക. സുസ്മിത എന്ന കരു തട്ടിക്കാളത്തിന് വെളിയിലിട്ട് ഇനി അവന് വിശ്രമമുള്ളൂ. അങ്ങനെ ഉണ്ടാവും പാടുള്ളൂ.
താൻ കണ്ടോ? ഇനി കളിക്ക് ചൂടും ചൂരും ചുണയൊക്കെ കൂടും. എടാ ജഗദീപേ വരുവോ? വരുവടാ, വരാതിരിക്കൂല. എടാ ഇലക്ഷൻ റിസൾട്ട് വരുമോന്നല്ല ചോദിച്ചത്, ആ പെണ്ണ് വരുമോന്നാ സുസ്മിത. എടാ അതല്ലേ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞത്, വരുന്ന്. നിനക്കെന്താ ഇത്ര ഉറപ്പ്? അവളുടെ റിമോട്ട് കൺട്രോൾ നിന്റെ കയ്യിലാണോ? അതെടാ, സുസ്മിതയുടെ റിമോട്ട് കൺട്രോൾ എൻ്റെ കയ്യിൽ തന്നെയാണ്. എടാ, അവളുടെ ഫ്രണ്ട് ഇല്ലേ ശ്രദ്ധ, അവളാണ് എൻ്റെ കയ്യിലിരിക്കുന്ന റിമോട്ട് കൺട്രോൾ. സുസ്മിതയുടെ നീക്കങ്ങളൊക്കെ കറക്റ്റായിട്ട് അറിയിച്ചുകൊണ്ടിരിക്കുന്നത് അവളാ. നേരത്തെ സുസ്മിതയെ നമ്മുടെ മുമ്പിൽ എത്തിച്ചിരുന്നത് ആരെന്നാ നീ എഴുതിയിരിക്കുന്നത്? എടാ അവളാണ് ഈ ശ്രദ്ധ. അവള് ഇപ്പൊ സുസ്മിത ഇവിടെ എത്തിക്കാന്ന് പറഞ്ഞ് ഈ ഹോട്ടലിന് പുറത്ത് കാത്തിരിക്കുക. അവള് വരുമോ? വരുമെന്ന് ഞാനല്ലേ പറഞ്ഞത്. എടാ വരാതിരുന്നാലുള്ള അവസ്ഥ നിനക്കറിയാലോ. പുറത്ത് കിടക്കുന്ന കാറ്, ഈ ഇരിക്കുന്ന ലാപ്ടോപ്പ്, നീ ഇട്ടിരിക്കുന്ന ഈ കോട്ട്, ഇതിന്റെ എല്ലാം വാടക. പിന്നെ ഈ റെസ്റ്റോറന്റിന്റെ തറ വാടക. തറവാടകയാ? ഇതേ മാന്യന്മാര് മാത്രം കയറുന്നൊരു ഹോട്ടലാ. അതിന് നിന്നെ പോലൊരു തറയെ ഇവിടെ ഇത്രയും നേരം ഇരുത്തുന്നതിന് കൊടുക്കുന്ന വാടകയാ തറ വാടക. ആ വരുന്നുണ്ട്. എന്താ? നമ്മള് കണ്ടിട്ട് ഒരുപാടായില്ലേ, ഞങ്ങളൊന്ന് കറങ്ങാൻ ഇറങ്ങിയതാ. നീ അടുത്തുണ്ടെന്ന് അറിഞ്ഞപ്പോ നിന്നെയും കൂട്ടാന്ന് കരുതി. ആ, ഞാനിപ്പോ കറങ്ങാനുള്ള മൂഡിലൊന്നും അല്ല. എന്നാ വാ, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ഓ, ഒന്നും വേണ്ടടി. എന്നാ എന്തെങ്കിലും കുടിക്കെങ്കിലും ചെയ്യാൻ പാടി. ഒരു റെസ്റ്റോറന്റിൽ കയറിയതിന്റെ ക്ഷീണതുവരെ മാറിയിട്ടില്ല. ഇവളുള്ള മൂഡ് കളയുമല്ലോ. ഇവളിത്ര ആഗ്രഹത്തെ വിളിക്കുന്നതല്ലേ, ഒന്ന് വാടി. ശരി, വാ പോവാം. വാ. എടാ അവളെ ഒരാളെ കരുതി കാശ് എത്രയാ മുടക്കിയിരിക്കുന്നേ? നിനക്കിത് എന്തിന്റെ കേടാ? നീ ഈ കാണിക്കുന്ന ഷോയിലേക്ക് അവള് വീഴുമെന്ന് എന്താ ഉറപ്പ്? നിന്നെ പോലെ എത്ര ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും അവള്? അവള് വരൂടാ. പിന്നെ കോപ്പ. വരുന്നുണ്ട്. Come on, action. പറയണം സാർ. തൽക്കാലം നിന്റെ പുറമൊന്ന് മസാജ് ചെയ്യ്. എടാ പട്ടി, നീ അവസരം മുതലെടുക്കാണല്ലേ? എടാ ആ മീൻ ചൂണ്ടേ കൊത്തിയ കാശ് എത്ര വന്ന് വീഴുന്ന? അന്ന് നിനക്കും ഉണ്ടാവും ഗുണം. മസാജ് ചെയ്യടാ. എന്നാ കുഴപ്പമില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.